35 വയസ്സായി. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ മുതിർന്നവരാണ് നിങ്ങൾ. ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ 35-ലെത്തി നിൽക്കുമ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം, ഒരാളെയും 100% നിഷേധിക്കരുതെന്നാണ്. ഒരാളെയും 100% തള്ളിപ്പറയരുത്. നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ മനുഷ്യർ അവരിനി തിരിച്ചു വരില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരോടും നിങ്ങൾ എത്ര സ്നേഹത്തോടുകൂടി പെരുമാറും. യു നെവർ നോ, വിൽ ദേ ബി ഹിയർ ഫോർ ദ നെക്സ്റ്റ് ഇവന്റ്, വിൽ യു ബി ദേർ ഫോർ ദ നെക്സ്റ്റ് ഇവന്റ്. ചെറിയ ജീവിതമാണ്, വളരെ ചെറിയ ജീവിതമാണ്. ഞാനിപ്പോൾ അത് കുറച്ച് നേരത്തെ പഠിക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ എല്ലാ മനുഷ്യരോടും സ്നേഹപൂർവ്വമാണ് ഇടപെടുന്നത്. അതിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ മെല്ലെ നടക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഹോൺ അടിച്ച് അദ്ദേഹം ഞെട്ടുമെന്നും എനിക്ക് പേടിയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ട് ഞാൻ ഹോൺ അടിച്ചു. അദ്ദേഹം ഒന്ന് ഞെട്ടിട്ടൊന്ന് മാറി. ഞാൻ പറഞ്ഞു, ചേട്ടാ സോറി എന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. അവിടെയാണ് മനുഷ്യർ ബ്യൂട്ടിഫുൾ ആവുന്നത്. ഞാൻ ഹോൺ അടിക്കുമ്പോൾ എന്തുകൊണ്ടാതൊന്നും ചോദിക്കാം അദ്ദേഹത്തിന്, അല്ലേ? എന്തിട്ടാ എവിടേക്ക് പിറകിലൊന്നുള്ളതാണ് ഹോൺ അടിക്കണേ. ആ മനുഷ്യനത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നു. ഞാനിവിടെ സോറി പറയാൻ തയ്യാറാവുന്നു. ഞാൻ ആ ഹോൺ അടിച്ചത് എനിക്ക് പറയാം, കേട്ടോ മാറി നടക്കുന്നത് എനിക്കും പറയാം. പക്ഷെ മനുഷ്യരാണ്, എല്ലായ്പ്പോഴും മനുഷ്യർ നല്ലവരായിരുന്നില്ല. ഈ മാജിക് ഓഫ് ലൈഫ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് നിങ്ങളുടെ ഇടതും വലതും ഇരിക്കുന്ന ഈ വലിയ ക്ലബിന്റെ ഈ ഒരു ഇതിന്റെ ഭാഗമായ മനുഷ്യരോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ കിട്ടിയവരോട് കിട്ടാത്തവരോട് നിങ്ങൾക്കിടയിലുള്ള സ്റ്റാറ്റസ് വൈസ് ചർച്ചകൾ ഉണ്ടാവാം. മക്കളുടെ നിലവിലിടം. ഐ എം ടെല്ലിങ് യു, വി ഓൾ വിൽ ലീവ് ദിസ് വേൾഡ് സൂൺ. നമ്മളെല്ലാവരും ഇവിടുന്ന് കടന്നു പോകും. അതിനു മുമ്പ് നിങ്ങൾക്ക് എത്രത്തോളം മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും, നിഷേധിക്കാതിരിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അപ്പച്ചനമ്മയ്ക്കും ഞങ്ങൾ 3 ആൺമക്കളാണ്. ഞാൻ ഇളയ ആളാണ്. ഞാൻ കുട്ടിക്കാലം കൂടി കേൾക്കുന്നത് ഞാൻ ആക്സിഡന്റലി ഉണ്ടായതാണ്. അതെങ്ങനെയാണ് ഇതുവരെ എനിക്ക് പിടുത്തം കിട്ടില്ല. വണ്ടിയൊക്കെ ഇടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ചെറുപ്പത്തോടെ കേൾക്കുന്നതാണ്. നീ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിത് എന്നെ കുറിച്ചുള്ള ആദ്യത്തെ ഡയലോഗ്സ് മുഴുവൻ ഇപ്പൊ അമ്മ പറയുന്നത്, എന്റെ ഡെലിവറി ചെയ്ത് അമ്മ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചു. എന്തായാലും ഒരെണ്ണം ഉണ്ടായി, അത് പെണ്ണായിരുന്നെങ്കിൽ. എന്നെങ്കിലും ഉയർത്തിയിട്ട് നേഴ്സ് പറഞ്ഞ ചെക്കൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ ഒരു വാൾ കടന്നത്രേ. ഇതിനു മുമ്പ് അത് കടന്നത് പരിശുദ്ധ കന്യാകുമാരിയുടെ ഹൃദയത്തിലാണ്. അപ്പൊ അമ്മയ്ക്ക് എന്റെ എൻട്രിയിൽ ആദ്യമേ കിട്ടിയ നിരാശയാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ നായകന്റെ വരവിൽ എല്ലാവരും പോകുന്നത്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതോറും അമ്മ പറഞ്ഞു, അതാ നിന്നെ വെച്ചോണ്ട് ഈ ചാരികസേര ഇരുന്നിട്ട് ഞാൻ ആലോചിച്ചു, ഓ ആദർശ് 10ാം ക്ലാസ്സിലായി, ആരോട് 5ാം ക്ലാസ്സിൽ ആ നേരത്തെ ഓർമ്മ കൂടി. ഇതിനെങ്ങനെ വളർത്തി വലുതാക്കി, ഇനിയും ഞാൻ പഠിപ്പിക്കാൻ പോകണം. നിരാശ തന്നെയായിരുന്നു നമ്മുടെ എൻട്രിയിൽ. ഒരിക്കൽ വീട്ടിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, കൊന്ത കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഉറക്കം വന്ന് ഉറങ്ങി പുൽപ്പായല്. അപ്പൊ സ്നേഹനിധിയായ എൻ്റെ അപ്പൻ അമ്മയോട് പറയാണ്, എടി ഇതൊരു പൊട്ടലാണോ? കാരണം 9ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു മാത്സിന്. അധ്യാപകരുടെ മകൻ തോറ്റു. എൻ്റെ അപ്പനും അധ്യാപകരാ. അതൊക്കെ താങ്ങാൻ പറ്റില്ല. അധ്യാപകരുടെ മകൻ പഠിച്ച് ഡോക്ടർ മകൻ ഡോക്ടർ, ബാങ്ക് മാനേജർ മകൻ. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ മക്കളെ നമ്മുടെ സ്വപ്നം നടത്താനാണല്ലോ. ഇതൊരു പൊട്ടലാണോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്പം പറയുന്നത് എനിക്കത് മനസ്സിലാവണില്ലേ, കണക്ക് തലേ കയറില്ലേ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നെ കൊണ്ട് എൻ്റെ കുടുംബത്തിന് ആകെ കൂടി ഉപകാരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോഴാണ്. ജോസ്ബേ വണ്ടി എടുക്കുക തറവാട്ടി ഇപ്പം, ഓ എന്നെ ആവശ്യമുണ്ട്, ഞാൻ കുറച്ച് ജാടക്കിടും, പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി ഓടിക്കാൻ കൊള്ളാവുന്ന ഒരുത്തൻ എന്നത് മാത്രമായിരുന്നു എൻ്റെ സെൽഫ് എസ്റ്റീം മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവന്നത്. ഒരു 20-22 വയസ്സ് വരെ. 2007 അപ്പച്ചനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പല്ലുവേദന, കൈവേദന. ഡോക്ടറെ കാണുന്നു. ഡോക്ടറിന്റെ ഗുളിക കഴിച്ചാൽ അത് മാറുന്നത് മാറുന്നില്ല. പല ഡോക്ടറെ കാണുന്നു. അവസാനം വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അപ്പം തന്നെ പറഞ്ഞു, സാറൊന്ന് ECG എടുക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരണം. അൽഫോൺസ് ഹോസ്പിറ്റലിൽ നിന്നാണ്. മക്കളാരെയുണ്ട്? മകനാണ്, ജോസഫാണ്. ആ വീട്ടിൽ വണ്ടി ഉണ്ടോ? വണ്ടിയുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റും? എന്ത് പറ്റി? ഒന്ന് വരും, ഒരു കാര്യം പറയാനാണ്. എൻ്റെ 2 ചേട്ടന്മാരും കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി ഓസ്ട്രേലിയയിൽ. അവരെല്ലാം പുറത്താണ് കാലങ്ങളായിട്ട്. ഞാൻ ആസ്ട്രേലിയയിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജോസഫ് അപ്പച്ചനെ ECG എടുത്തപ്പോഴാണ് ഹി ഈസ് ഗോയിങ് ത്രൂ എ മാസീവ് ഹാർട്ട് അറ്റാക്ക്.
അപ്പച്ചനൊരു ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയധമനി എന്നൊരു തിൻ ലൈനാണ്. ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കില്ല. തൊട്ടപ്പുറത്ത് മുക്കുന്നൂർ ഹോസ്പിറ്റൽ ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ആംബുലൻസും ഇല്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അത് ഓടിച്ചോളാം. അപ്പച്ചനോട് പറയണ്ട, ബെറ്റർ കൺസൾട്ടേഷൻ മുക്കുന്നൂർ പോവാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നമുക്ക് മുക്കുന്നൂർ പോവാം. ഡോക്ടർ വന്നിട്ടില്ലല്ലോ. അല്ല, അവിടെ ഇത് ചെറിയ ഹോസ്പിറ്റൽ, നമുക്ക് അവിടെ പോവാം, നല്ല ഹോസ്പിറ്റലാണ്. നീ തുട്ടി പറയണേ, ഡോക്ടറോട് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അപ്പനെ വണ്ടി കയറ്റി ലെഫ്റ്റ് സൈഡിൽ എത്തുന്നു. ഞാൻ വണ്ടി സൂക്ഷിച്ച് ഓടിക്കണേ, ഒരു ഹമ്പ് പോലും ശ്രദ്ധിക്കണം. കാരണം ECG ഞാൻ കണ്ടതാണ്, ഒരു നൂല് പോലെയാണ് അപ്പന്റെ ഹൃദയ ധമനി എപ്പോഴും പൊട്ടാവുന്ന അവസ്ഥയിൽ. ഞാൻ ഹമ്പൊക്കെ സ്ലോവിൽ എടുത്ത് ശ്രദ്ധിച്ച് മെല്ലെ പോകുമ്പോൾ അപ്പൻ ചോദിക്കുന്നത്, നിനക്കിപ്പോ വണ്ടി ഓടിക്കാൻ അറിയാണ്ടായോ ജോസഫേ? ഞാൻ പറഞ്ഞില്ലപ്പാ, തിരിച്ചു വെച്ചിട്ട് പോയിട്ട് എന്തിനാണ്, പിന്നെ എന്തിനാ എഴഞ്ഞാൽ നീ വണ്ടി ഓടിക്കണേ? മിണ്ടാണ്ടിരിക്കുക. അപ്പൻ അവിടെ വേറെ പോകണം, നീ അവിടെ ഓവർടേക്ക് ചെയ്യുന്നേ എന്നൊക്കെ പറയുന്നു. എന്റെ പേടി ഓവർടേക്കുമ്പോ പെട്ടെന്ന് ഒരു വണ്ടി വന്നാൽ ഞാൻ സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നാൽ ഐ വിൽ ലൂസ് മൈ ഫാദർ. ഞാൻ അവസാനം മുക്കുന്നൂർ ഹോസ്പിറ്റലിൽ അവിടെ എത്തുമ്പോ സ്ട്രെച്ചറിൽ ആള് നിൽക്കുന്നു. അപ്പനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൻ നേരെ കെട്ടി ഇതിൽ അപ്പൊ എന്തേ നോക്കി, അപ്പൊ ഒന്നുമില്ല. അപ്പം ചെല്ല്, നേരെ ആൻജിയോഗ്രാം അതിന്റെ പരിപാടികൾ നടത്തുന്നു. ഞാൻ പുറത്തു വെയിറ്റ് ചെയ്യുന്നു. അമ്മയെ പിക്ക് ചെയ്ത് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറയുന്നു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് യുവർ ഫാദർ ഇസ് അലൈവ്. താങ്ക് യു ഡോക്ടർ. അമ്മേനെ വിളിക്കുന്നു. അമ്മ മൂത്ത മകനെ വിളിച്ച് പറയുന്നു, ആദർശ നീ പേടിക്കരുത്, അപ്പന് ചെറിയൊരു അറ്റാക്ക് വന്നു, പേടിക്കേണ്ട, നമ്മൾ കൃത്യസ്ഥത ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞാൽ നീ വീട്ടിൽ പോകണം, ഫ്ലാസ്ക് എടുത്ത്, നിനക്ക് ഫ്ലാസ്ക് അവിടെ ഇരിക്കണെന്ന് അറിയൂ, അദ്ദേഹം നോക്കിക്കോളാം. അപ്പച്ചന്റെ മുണ്ട് ഷർട്ടൊക്കെ അവിടെ വെച്ചതെന്ന് എനിക്ക് അറിയോ? എനിക്കറിയാം, അലമാരിയുടെ അവിടെയല്ലേ. ചെല്ല്, രണ്ടു ജോഡി എടുത്തു. അമ്മയുടെ ഒരു സാരി ഉണ്ട്, ഇതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ പോകുമ്പോഴുള്ള സാരി അല്ല, സാധാരണ സാരി ഉണ്ടാവും. ഞാൻ നോക്കിക്കൊണ്ട് വരാം. ഒട്ടനാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങരുത്. അമ്മ രണ്ടാമത്തെ ചേട്ടൻ അരുണിനെ വിളിച്ച് പറയണം, അരുണിന് അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അരുണിനെ നീ പേടിക്കരുത്. അപ്പച്ചനെ ചെറിയൊരു അറ്റാക്ക് വന്നു. നമ്മളിപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഓക്കെയാണ്. ഞാൻ ആ കാറിലേക്ക് കയറുന്ന വഴി അമ്മ പറയണം, എടാ വീട് പൂട്ടിയിട്ട് വേണം നീ വരാൻ. എന്നിട്ട് അമ്മ അരുണിനോട് ഫോണിൽ പറയണം, എടാ നമ്മുടെ ജോസഫ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ അപ്പനെ നമുക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ ജോസഫ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ അപ്പനെ നമുക്ക് തിരിച്ചു കിട്ടി. ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആദ്യത്തെ അപ്രീസിയേഷൻ അതാണ്. ഇവിടെ കൂടുതലും പാരൻസ് ആണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ നിങ്ങൾ എന്ന് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ തൊടുന്നോ? ഒരു വാക്കുകൊണ്ടോ? പഠിച്ച് മാർക്ക് കിട്ടിയാലല്ല, എൻ്റെ മകൻ ഡോക്ടറായി എന്നുള്ളതിലല്ല, അവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് ആയി എന്നുള്ളതിലല്ല. എടാ, ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നീ എൻ്റെ ഹൃദയം തൊട്ടു എന്ന് പറയുന്ന രീതിയിൽ ഒരു മാർക്ക് പറയുന്നവർക്ക് മാജിക് സംഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇനി കഴിഞ്ഞ 15 കൊല്ലമായി എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഉള്ളത് ഞാനാണ്. 15 കൊല്ലമായി 2 ചേട്ടന്മാർ കൃത്യമായ ഇടവേളയിൽ വിളിച്ചു ചോദിക്കും, എന്തായി, അമ്മേനെ ആശുപത്രി കൊണ്ടുപോയോ? എല്ലാം ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ ചേട്ടന്മാർ നല്ല മനുഷ്യരാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് കണ്ണിനൊരു ചെടി കൊണ്ടു, ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി വരാന്തിയിൽ ഡോക്ടറിന്റെ ആ റൂമിന്റെ പുറകിൽ അമ്മയുടെ കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ്. ഒരു കാലത്ത് അവർ പൊട്ടെന്ന് വിളിച്ച, ഇതെന്തായിത്തീരുമെന്ന് കരുതിയ മകനാണ് കഴിഞ്ഞ 15 കൊല്ലമായി അവരുടെ കാര്യം നോക്കുന്നത്. എൻ്റെ 2 ചേട്ടന്മാരും ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്ന ഒരു സെന്റൻസ്, ജോസഫ് നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ ധൈര്യമായി ഉറങ്ങുന്നത്. എനിക്കിവിടെയുള്ള എല്ലാവരും പറഞ്ഞ ആദ്യത്തെ സെന്റൻസ്, ഒരാളെയും നിഷേധിക്കരുത്, ഒരാളെയും നിഷേധിക്കരുത് ഈ ഭൂമിയിൽ. നിങ്ങൾക്ക് 2-3 മക്കളുണ്ട്, അവൻ മുതൽ മിടുക്കനാണ്, രണ്ടാമത്തെ ഇങ്ങനെ നടക്കുന്നു. നോ മാൻ, വയസ്സാം കാലത്ത് കൈപിടിക്കാനുണ്ടാവുന്നത് ആ പൊട്ടനായിരിക്കും. അപ്പൊ ഞാൻ പഠിച്ച ആദ്യത്തെ വലിയ പ്രിൻസിപ്പിൾ എനിക്ക് മാജിക് ഓഫ് ലൈഫിൽ പറയാനുള്ളത്, ഒരു മനുഷ്യനെയും ഒന്നിനെയും നിഷേധിക്കരുതെന്നുള്ളതാണ്. കാരണം ഞാനിന്ന് വരുന്ന വഴിക്ക് ഞാൻ വെറുതെ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. ഒന്നിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നതാണോ, എല്ലാവർക്കും ഇന്നത്തെ വൈകി കിടന്നതിൻ്റെ ആണോ, അതോ നമ്മൾ ഈ കോട്ട കെട്ടാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണോ? വേണ്ടോ, നമ്മൾ കുറെ കൂടി ആത്മാർത്ഥമായിട്ട് ചിരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്നത് വെറും 35-കാരന്റെ പൊട്ടത്തരങ്ങളാണെങ്കിൽ അത് ധൈര്യമായിട്ട് തന്നെ പുച്ഛിച്ചിട്ട് തള്ളിക്കളയാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഇതിന്റെ ഈ ഗ്രാൻഡ് നോക്കി, ഞാൻ ഇത്രയും വലിയ LED സ്ക്രീൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇറ്റ്സ് എ ബിഗ് ഇവന്റ്. ഞാൻ വരുമ്പോൾ തുടങ്ങി, അവിടുത്തെ സജ്ജീകരണങ്ങൾ തുടങ്ങി,
ഇവിടെ ഓരോരുത്തർ കോർഡിനേറ്റ് ചെയ്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ കൃത്യം 10:30 പോകണം, അപ്പൊ എന്നോട് മണി വേണമെന്ന് വെച്ചാൽ അവിടെ പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല മറ്റേ ബെല്ലാന്ന് പറഞ്ഞു. 15 മിനിറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഓടുന്നു. ഇന്നലെ ഗവർണർ വന്ന് കുറച്ച് കാര്യം ലേറ്റ് ആയെങ്കിലും നിങ്ങൾ ടൈമിൽ നിർത്തുന്നു. ഇറ്റ്സ് എ വെരി പ്രൊഫഷണൽ ഇവന്റ്, വെരി പ്രൊഫഷണൽ ഇവന്റ്. പക്ഷെ അതിലും വലിയ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്നതാണ്, മനുഷ്യരോട് സാരമില്ല എന്ന് പറയുന്നതാണ്, മനുഷ്യരോട് ക്ഷമിക്കുന്നതാണ്. ഞാന് ഇന്നലെ ഒരു പരിപാടിക്ക് പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആണ്. പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ. ഞാനൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ഇവന്റ് കണ്ടത്. ഒരു സ്കൂൾ തീരുമാനിക്കുന്നു അവരുടെ മാതാപിതാക്കളെയും അവരുടെ അപ്പൂപ്പന്മാരെ അമ്മമാരെയും വിളിച്ചിട്ടൊരു പ്രോഗ്രാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഇങ്ങനെ കുഞ്ഞു മക്കളോടൊപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പനും അമ്മയും. ഞാൻ അവരോട് പറഞ്ഞത് ഒരു ഏക പ്രിൻസിപ്പിളാണ്. നമ്മളെപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, അമ്മയെ കുത്തിക്കൊല്ലുന്ന മകൻ. വാർത്ത കാണുന്നില്ലേ നിങ്ങൾ? അമ്മയെ കുത്തിക്കൊല്ലുന്ന മകൻ, സാറിനെ പുറത്തിറങ്ങിയ തീർത്ത് കളയും എന്ന് പറയുന്ന വിദ്യാർത്ഥി, സീനിയറെ കുത്തിക്കൊല്ലുന്ന ഒരാൾ. പിന്നെ പത്രത്തിൽ വരുന്ന പല വാർത്തകളും ഈ 1 രൂപയുടെ പേരിൽ പഴംപൊരി ചൂടാവാത്തതിന്റെ പേരിലൊക്കെ മനുഷ്യരെ കുത്തിക്കൊല്ലുന്ന ഒരു കാലമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാളും പെർഫെക്റ്റ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ ഈ മാതാപിതാക്കൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങൾ കേട്ടോണ്ടോ പറഞ്ഞോളാം. പാരന്റ്സ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാക്സ്. ഇത് കേട്ടോ? കേട്ടിട്ടുണ്ടോ? ഇവിടെ ആർക്കോ ഫോൺ വന്നോണ്ടിരിക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടാണോ? ടൈമറാണത്. ഇതാണോ മണി? പാരന്റ്സ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാക്സ്. ഞാൻ ഈ ഇന്നത്തെ യുവതലമുറ വഴിതെറ്റുന്നു, യൂത്ത് എങ്ങോട്ട് പോകുന്നു നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും യൂത്തിനെ കുറ്റം പറയില്ല. ഒരിക്കലും. ഞാൻ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. യുവതലമുറ മൊബൈലിൽ നശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ സമ്മതിക്കില്ല. കാരണം അവന്റെയൊക്കെ റൂട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, അവന്റെയൊക്കെ വേര് മുളച്ചിടങ്ങൾ എന്ത് സംഭവിച്ചു നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പാരന്റ്സ് ആർ ടാങ്ക്, ചിൽഡ്രൻ ആർ ടാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ ചെളിവെള്ളമാണ്, ഈ പൈപ്പിൽ കൂടെ എന്ത് വരും? നമ്മുടെ ടാങ്കില് ചെളിവെള്ളമാണ്, ഈ പൈപ്പിൽ കൂടെ എന്ത് വരും? ചെളിവെള്ളം. ടാങ്കിൽ കരിക്കുമ്പോഴാണ്, ഈ പൈപ്പിൽ കൂടെ എന്ത് വരും? സോറി, ഞാനിത് കോളേജിലാണ് എഴുതിയത്. നിങ്ങൾ പറയണ്ട പാവം, നിങ്ങൾക്ക് മുതിർന്ന വലിയ ആളുകളാണ്, അവരുടെ ആവശ്യമില്ലല്ലോ. താൻ ആരോടോ താൻ ചോദിക്കാൻ ഞാൻ ഉത്തരം പറയും. എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക, ചെറുപ്പക്കാരനല്ലേ. അപ്പൊ ഈ ടാങ്കിൽ കരിക്കുമ്പോഴാണെങ്കിൽ പൈപ്പിൽ കൂടെ കരിക്കുമ്പോഴും വരും, ടാങ്കിൽ ചെളിവെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ ചെളിവെള്ളം വരും. അപ്പൊ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് പൈപ്പാണോ ടാങ്കാണോ? അല്ല, നിങ്ങളാണ് ടാങ്ക് എന്ന് പറയായിരുന്നു. മക്കളോട്, നിങ്ങൾ മകനോട് പറയാണ്, നിനക്ക് ആ മൊബൈലിൽ കുത്തിയിരിക്കുന്ന നേരം കൊണ്ട് ഒരു പുസ്തകം എടുത്ത് വായിച്ചൂടെ മോനെ എന്ന് ചോദിക്കുമ്പോ അവൻ തിരിച്ചു പോവുകയാണ്, അപ്പൻ ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാ? ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാവണമെന്നില്ല. പൈപ്പില് ഇത് ചെളി വന്നാലും വരാം. എങ്കിലും പ്രിഡോമിനന്റ്ലി ആർ വി എ ഗുഡ് ടാങ്ക് എന്ന് ചോദിച്ചാൽ മതിയാവും. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ വൈഫൈ ഉണ്ടോ? ഒറ്റ സിംഗിൾ മോഡത്തിൽ നിന്നാണ് വീട്ടിലുള്ള എല്ലാവർക്കും കണക്ഷൻ കിട്ടുന്നത്. ഈ വൈഫൈയുടെ സ്ട്രെങ്ത് ആണ് മൊബൈലിലെ സിഗ്നലിന്റെ സ്ട്രെങ്ത്. യു ഗൈസ് ആർ വൈഫൈ. മകൻ അങ്ങനെ തന്നെയായി. ബിക്കോസ് ഐ ലേൺ ഫ്രം ഹിം. അപ്പൻ ഒരിക്കലും എനിക്ക് പ്രസംഗം പോലും തന്നിട്ടില്ല. അറിയുന്നു, എന്റെ ലൈഫിൽ ഒരു പ്രസംഗം ആ മനുഷ്യട്ടില്ല. മാന്യശാസ്ത്രി വിനീതമായിക്കോ. ഓക്കെ, ഇന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ആ മനുഷ്യൻ, പക്ഷെ ഐ ഹാവ് സീൻ ഹിം സ്പീക്കിംഗ്. അപ്പൻ ഇങ്ങനെ ഇന്ന് ഇടയ്ക്ക് തമാശ പറയും. ഞാനും ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് തമാശ പറയാൻ. നിങ്ങളിടയ്ക്ക് ചിരിക്കുന്നുണ്ടല്ലോ. I learned that from my father. നിങ്ങൾ എത്ര വലിയ ധ്യാന ഗുരുക്കന്മാരെ എടുത്തു കൊണ്ടുപോയാലും, എത്ര നല്ല ക്ലാസ് കൊടുത്താലും 365 days നമ്മുടെ മക്കൾ കാണുന്നത് നമ്മളെയാണ്. അതിൽ നിന്ന് അവരെന്തെങ്കിലും പഠിക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ജനറേഷനെ കുറ്റപ്പെടുത്തുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ പിള്ളേരാരെയും കുത്തിക്കൊല്ലുന്നില്ല? കാരണം നമ്മളാരെയും കുത്തുന്നതോ തെറി പറയുന്നതോ അവർ കണ്ടിട്ടുണ്ടാവില്ല. വീട്ടിൽ
നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ വീട്ടിൽ ചെന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് പോലും ആ പ്രസംഗം നന്നായിരുന്നെന്നോ എൻ്റെ ആ സംഭവം എങ്ങനെ ഉണ്ടായതോ അല്ല. കുട്ടികൾ കൂടുതലും കേൾക്കേണ്ടത് ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ആ സാറ് പറഞ്ഞൊരു സെന്റൻസ് ഭയങ്കര അടിപൊളിയായിരുന്നടാ, അല്ല ഈ പുള്ളി എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ ഡിന്നർ ടേബിളിലാണ് കേൾക്കുക. ഡിന്നർ ടേബിളിൽ എൻ്റെ അമ്മ, അപ്പൻ അകമഴിഞ്ഞ് സഹായിച്ച മനുഷ്യൻ. ഒരാൾക്ക് വീട് കെട്ടിക്കൊടുക്കണം, അയാളുടെ ഭാര്യ മരിച്ചതാണ്, 2 മക്കളുണ്ട്. അപ്പൊ ഇടവകയിൽ നിന്ന് ഒരാൾക്ക് വീട് കെട്ടിക്കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഒരാൾക്കേ കൊടുക്കൂ. എൻ്റെ അപ്പനും അമ്മയും, അപ്പൻ പ്രിഡോമിനന്റലി അതിനുവേണ്ടി വർക്ക് ചെയ്ത് വികാരിച്ചൻ ചെന്ന് കണ്ട് ഭാര്യ മരിച്ചിട്ട് 7 കൊല്ലമായിട്ട് വിവാഹം പോലും കഴിക്കാണ്ട് 2 മക്കളെ നോക്കി നടക്കുന്ന ഒരുത്തനാണ്. അവന് തന്നെ ആ വീട് കൊടുക്കണം. അപ്പൻ മുന്നിൽ നിന്ന് ഇടപെട്ട് ആ മനുഷ്യന് ഇടവക നല്ലൊരു വീട് വെച്ച് കൊടുക്കുന്നു. അയാൾക്ക് ചെറിയ ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഇടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ 1-2 തവണ വിളിച്ചു. അത്യാവശ്യം അമ്മ ഞാനില്ലാത്തപ്പോ അവർക്ക് ആശുപത്രി പോകാൻ ചിലപ്പോൾ ഈ ചേട്ടൻ വിളിക്കും. ഒരു ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, സാറേ ഇങ്ങനെ വിളിക്കുമ്പോൾ വരാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ വിളിക്കുമ്പോൾ വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു സംഭവത്തെ എൻ്റെ അപ്പനും ഈ ഡിന്നർ ടേബിളിൽ ഡിസ്കസ് ചെയ്തത്, ഇത് അവനോടൊന്ന് പോയി ചോദിക്കണം, നാണാവിലടാ നിനക്ക് വേണ്ടി. നോ, ആ മനുഷ്യന് അതിനുള്ള വലിപ്പം, അവനെ തിരുത്തിയാലും അവനെ ഒച്ചയെടുത്താലും നാളെ കൂടുതൽ വിഷമായി അവൻ മാറുള്ളൂ. എന്നാൽ ചില മനുഷ്യരുണ്ട്, ഇപ്പൊ എന്നോടൊന്ന് പറയാണ്, ജോസഫ് സംസാരിക്കുമ്പോൾ കുറച്ച് മൈക്കിൽ നിന്ന് മാറി എന്ന് സംസാരിക്കണേ, കാരണം ചിലപ്പോൾ ഇങ്ങനൊരു തിരച്ച ശബ്ദം വരും, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില മനുഷ്യർക്ക് അതിനുള്ള വലിപ്പം ഉണ്ടാവില്ല. അപ്പോ നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മൾ ഉപദ്രവിച്ചവരെ, അയാൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദേ വിൽ നെവർ ചേഞ്ച്. ചില മനുഷ്യൻ നന്നാവില്ല എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ രാജ്യം. ചില മനുഷ്യർ അങ്ങനെയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുക, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഊബറിൽ വണ്ടി എടുത്ത് പോവാ. അപ്പൊ എന്റെ ഊബർ ഡ്രൈവർ ഇങ്ങനെ പോകുന്നു, പെട്ടെന്നൊരു വണ്ടി സൈഡിൽ കൊണ്ട് എടുത്ത് അയാൾ മുമ്പിൽ അങ്ങ് കയറ്റി നിർത്തി. ഒന്ന് ചെറിയ ബ്രേക്ക് ഇടേണ്ടി വന്നു. കുറച്ചൊരു ഈ പുള്ളി കുത്തി കുത്തി കയറ്റി അയാളുടെ മുമ്പിൽ ഒറ്റ ചവിട്ട്. എന്നോട് പറഞ്ഞു, സാറേ അവനും പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ചേർത്തല വരെ ഓട്ടമുണ്ട്, എനിക്ക് നിങ്ങളുടെ 2 പേരുടെയും പാഠങ്ങൾ പഠിക്കാൻ സമയമില്ല. ഇനി ആ പുള്ളി അടുത്ത പാഠം പഠിപ്പിക്കും. ഇതെവിടെ ചെന്ന് അവസാനിക്കും ചേട്ടാ? ഈ പഴംപൊരിയുടെ പേരിലൊക്കെ ചൂടായില്ല പഴംപൊരി, 10 രൂപയുടെ പേരിൽ കത്തിക്കുത്ത് എന്നൊക്കെ പറയുന്നത് 10 രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ല. ഈഗോ നിങ്ങളുടെ മനസ്സിലെ ഈഗോ എന്ന് നിങ്ങൾ കളയുന്നു. ഞാനിത് ചക്കി വെച്ച് പറഞ്ഞ എന്തുകൊണ്ടാണ്? എനിക്കതില്ലാതെ എനിക്ക് ഉറപ്പുള്ളതാണ്. അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഈ പ്രോഗ്രാം ആക്ച്വലി എന്റെ ടോക്ക് വെച്ചത് ഇന്നലെയാണ്. സാറിന് അറിയാൻ, എന്നെ വിളിച്ചവർക്കറിയാം. ഞാൻ വേറൊരു പ്രോഗ്രാം ഇന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെയും വേറെ കമ്മിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞു ചെറിയൊരു വ്യത്യാസമുണ്ട്. 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്നു. ഞാൻ ഒരിക്കൽ പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ 2ാമത്തെ ടീമിനോട് ചോദിക്കട്ടെ, ഇന്നും കൂടി ലാസ്റ്റ് മെസ്സേജ് ഇതാണ്, പരിപാടി തുടങ്ങാൻ പിന്നെ ഡിലേ ആവാൻ ഞാൻ 5 മിനിറ്റ് കൂടി വൈകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബട്ട് ഇഫ് യു സേ ഐ ഹാവ് ടു ബി ദേർ ബൈ 11, ഐ വിൽ ബി ദേർ ബൈ 11. പക്ഷെ ഇവിടെ ആളുകൾ എത്തി തുടങ്ങുന്നുള്ളൂ, ഒരു 5 മിനിറ്റ്. ഇറിറ്റേഷൻ ആവുന്ന എല്ലാ കാര്യങ്ങളും അവകാശങ്ങളും എനിക്കുണ്ട്. പക്ഷെ മനസ്സിലാക്കിച്ച ബിഗ് ഗിവൻ. കുറച്ചൊക്കെ നമ്മൾ സഹകരിച്ചാൽ, കാര്യങ്ങൾ ഈഗോ മാറ്റി വെച്ചാൽ എല്ലാവരും വിജയിക്കും ഭൂമിയിൽ. അപ്പൊ ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ ഇതിവിടെ നിർത്തണം ചേട്ടാ, ഇതൊന്നും വണ്ടി മുട്ടി പിന്നെ അടിയെ തല്ല എന്തിന്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. ഞാൻ വണ്ടി ഓടിച്ച് പോയത് എനിക്ക് അല്പം ധൃതിയിലാണ്. ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്ത് എടുക്കുന്നതായിരുന്നു. ഒരു ബൈക്കുകാരനെ മുട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് പോയി. അവൻ വളരെ ഉറക്കെ ആരുടെ അമ്മേനെ കെട്ടിക്കാൻ നീ പോണെന്ന് വെച്ചു. അമ്മയ്ക്ക് വിളിക്കുകയാണ്. എന്റെ പത്ത് തെറ്റുണ്ടോ? തെറ്റുണ്ട്. എന്നാ അവൻ എന്റെ അമ്മക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്കും ഫ്രസ്ട്രേഷൻ വന്നപ്പോ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വണ്ടി ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ചേട്ടാ സോറി. ഞാൻ ആ സോറി എന്ന് പറഞ്ഞപ്പോ സൈഡിലെ മിററിൽ ആ പുള്ളി ഇങ്ങനെ സാറില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഓവർടേക്ക് ചെയ്തതിന്റെ പേരിൽ ഒരാൾ എന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു. ആ ഫ്രസ്ട്രേഷനിൽ നീ പോയി നിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു പറയുക എന്നുള്ളതൊരു ഓപ്ഷനാണ്. അതുപോലെ വിൻഡോ അതിനെ കൈ കാണിച്ചിട്ട്, ചേട്ടാ
ഐ എം സോറി എന്ന് പറയുമ്പോൾ ആ ബൈക്കിന്റെ അവിടെ ഇരുന്നുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ സാറില്ലേ സാറില്ലേ എന്ന് അയാൾ പറയുന്നുണ്ട്. അതെനിക്ക് ആ മിററിൽ കാണാം. ആ മിററിൽ ഒരു വാചകമുണ്ട്, ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ മോർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. നിങ്ങൾ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഐ എം ടെല്ലിങ് യു, പീപ്പിൾ വിൽ ബി മോർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. ഞാൻ ഈ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇതുവരെ ഓക്കെ ആയിരുന്നു കേട്ടതൊക്കെ? ജനറലി ഇപ്പൊ നമ്മൾ വിളിച്ചതൊക്കെ 1 hour സെഷനാണ്. 1 മണിക്കൂർ സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അരമണിക്കൂറിൽ എനിക്ക് നിർത്തേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിന്റെ പുറത്താണ്. ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇസ്ലാമിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്, ദി ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഇൻ ഇസ്ലാം ഇസ് ഫോർഗിവ്നെസ്. യേശു ക്രിസ്തു പഠിപ്പിച്ചതും അത് തന്നെയാണ്, നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുക. കള്ളനായ മനുഷ്യൻ വലവസ്ഥ കിടക്കുമ്പോൾ ആ കള്ളൻ ആത്മാർത്ഥ ഡേറ്റ് പറയാണ്, എനിക്ക് പിഴവ് പറ്റിപ്പോയി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. വിൽ യു റിമെമ്പർ മീ when you be in heaven? ജീസസ് പറഞ്ഞു, you will be in heaven with me. ഇന്നത്തെ ബഹളങ്ങൾ ബാക്കി ടോക്കുകൾ കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോയിരിക്കുന്നു എനിക്ക് 100% ഉറപ്പാണ്. നമ്മുടെയൊക്കെ മോട്ടിവേഷനൊക്കെ ഒരു കോഫിയുടെ ചായയുടെ എത്ര ആവശ്യമുള്ളൂ, കുടിച്ചിരുന്ന് നമ്മൾ മറക്കും. ബട്ട് ഈ കൂടിയിരിക്കുന്ന കുറെ ചേട്ടന്മാരിൽ, സുഹൃത്തുക്കളിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഇത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈഗോ ഒരിക്കലും മനുഷ്യനെ അടുപ്പിക്കില്ല, അകറ്റേയുള്ളൂ. ഇന്നുകൂടി ഞാൻ കുറെ കൂടി മാപ്പ് കൊടുക്കണം. ഇന്നുകൂടി ഞാൻ കുറെ കൂടി മനുഷ്യരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഇന്ന് തുടങ്ങി ഞാൻ മനുഷ്യരെ കുറെ കൂടി സ്നേഹിക്കണം. ഇന്ന് തുടങ്ങി ഒരു മനുഷ്യനെ 100% ഞാൻ തള്ളിപ്പറയും. കാരണം നാളെ എൻ്റെ വലത് കൈ പിടിക്കാനുണ്ടാവുക ഒരുപക്ഷെ ഞാൻ തള്ളിപ്പറഞ്ഞ മനുഷ്യനായിരിക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടിട്ട് ഒരു തിരിപോലെ കത്തിച്ചേരുന്നു. ഇനി അതിന്റെ വട്ടം കൈ പിടിച്ച് കെടാണ്ട് നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.